ഹലോ, ഈ സെക്ഷനിലേക്ക് സ്വാഗതം. ലോകമെമ്പാടും പിന്തുടരുന്ന ജനപ്രിയ ഹെയർ സ്റ്റൈലിംഗ് ടെക്നിക്കുകളാണ് റോളുകൾ. പാർട്ടികൾക്കും വിവാഹങ്ങൾക്കും അനുയോജ്യമാണ് എന്നതാണ് ഈ ഹെയർ സ്റ്റൈലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ലക്ഷ്യങ്ങൾ. ഈ സെഷൻ അവസാനിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഇനി പറയുന്നവ ചെയ്യാനാകും. റോളുകൾ ഉപയോഗിച്ചുള്ള മുടി സ്റ്റൈലിംഗിനായുള്ള ഉപകരണങ്ങളുടെയും സാധനങ്ങളുടെയും ലിസ്റ്റ് തയ്യാറാക്കുക. റോൾഡ് പോണിടെയിൽ ഹെയർ സ്റ്റൈൽ ചെയ്യുക. ഒപ്പം ഫ്രഞ്ച് റോൾ ഹെയർ സ്റ്റൈൽ ചെയ്യുക. റോളുകൾ ഉപയോഗിച്ചുള്ള മുടി സ്റ്റൈലിംഗിന്റെ നടപടിക്രമത്തിന് ആവശ്യമായ ഉപകരണങ്ങളും വസ്തുക്കളും എന്തൊക്കെയെന്ന് നോക്കാം. നിങ്ങൾക്ക് ഇനി പറയുന്ന ഉപകരണങ്ങളും മെറ്റീരിയലുകളും ആവശ്യമാണ്. സ്റ്റൈലിംഗ് ചെയർ, ടെയിൽ അഥവാ സ്റ്റൈൽ കോമ്പ്, സെറ്റിംഗ് ക്ലിപ്പുകൾ, ഡ്രൈ സ്റ്റെറിലൈസർ, സ്റ്റൈലിംഗ് ലോഷൻ അല്ലെങ്കിൽ ജെൽ, ഹെയർ സ്പ്രേ, ബോബ് പിന്നുകൾ അല്ലെങ്കിൽ ജൂറ പിന്നുകൾ, ഹെയർ ആക്സസറികൾ, കൂടാതെ റബ്ബർ ബാൻഡ്. അണുബാധ തടയുന്നതിനായി എല്ലാ ഉപകരണങ്ങളും അണുവിമുക്തമാക്കിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. നടപടിക്രമം ആരംഭിക്കുന്നതിന് മുമ്പ് സോപ്പും വെള്ളവും ഉപയോഗിച്ച് നിങ്ങളുടെ കൈകൾ കഴുകി ഒരു ടവൽ ഉപയോഗിച്ച് ഒപ്പി ഉണക്കുക. ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും സാധനങ്ങളും ഒരു ട്രോളിയിൽ ക്രമീകരിക്കുക. സാധനങ്ങൾ എളുപ്പത്തിൽ എടുക്കാവുന്ന വിധത്തിൽ ട്രോളി സ്റ്റൈലിംഗ് ചെയറിനടുത്ത് സ്ഥാപിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ഇനി പറയുന്ന ഘട്ടങ്ങളാണ് റോൾഡ് പോണിടെയിൽ ഉപയോഗിച്ചുള്ള ഹെയർ സ്റ്റൈലിംഗ് നടപടിക്രമത്തിൽ ഉള്ളത്. ഘട്ടം 1. മുടി ഒരുക്കുക. ഘട്ടം 2. മുടി 2 പോണിടെയിലുകളായി വിഭജിക്കുക. ഘട്ടം 3. ആദ്യത്തെ പോണിടെയിൽ റോൾ ചെയ്യുക. ഘട്ടം 4. രണ്ടാമത്തെ പോണിടെയിൽ റോൾ ചെയ്യുക. ഘട്ടം 5. ഹെയർ സ്പ്രേ ഉപയോഗിച്ച് സ്റ്റൈലിംഗ് പൂർത്തിയാക്കുക. ഇനി ഈ ഘട്ടങ്ങളെല്ലാം വിശദമായി നോക്കാം. മുടി വൃത്തിയുള്ളതും ഉണങ്ങിയതുമാണെന്ന് ഉറപ്പാക്കിക്കൊണ്ട് അത് ഒരുക്കി തുടങ്ങുക. ഒരു ബ്രഷ് മൃദുവായി ഉപയോഗിച്ച് മുടിയിൽ കുരുക്കുകൾ ഉണ്ടെങ്കിൽ നീക്കം ചെയ്ത് സ്റ്റൈലിംഗിന് മുടി തയ്യാറാക്കുക. മുടിക്ക് കൂടുതൽ പിടുത്തവും ഉറപ്പും കിട്ടാൻ നിങ്ങൾക്ക് മൂസ്, സെറം, ടെക്സ്ചറൈസിംഗ് സ്പ്രേ എന്നിങ്ങനെയുള്ള ഏതെങ്കിലും ഉൽപ്പന്നങ്ങൾ പ്രയോഗിക്കാം. നല്ല അഗ്രത്തോടുകൂടിയ പല്ലുകളുള്ള ഒരു ചീപ്പ് ഉപയോഗിച്ച് മധ്യഭാഗം വൃത്തിയായി വകഞ്ഞെടുക്കുക. ഇതിനായി മുടിയുടെ മുൻഭാഗത്ത് നിന്ന് തലയോടിന്റെ മധ്യത്തിലൂടെ കഴുത്തിന്റെ അഗ്രം വരെ ചീപ്പ് ഓടിക്കുക. ഇത് മുടിയെ 2 തുല്യ ഭാഗങ്ങളായി വിഭജിക്കും. മുടിയുടെ ആദ്യ ഭാഗം എടുത്ത് ഒരു പോണിടെയിൽ സൃഷ്ടിക്കുക. ആദ്യത്തെ റോൾ സൃഷ്ടിക്കാൻ ഇത് ഉപയോഗിക്കാം. ശേഷം രണ്ടാമത്തെ ഭാഗമെടുത്ത് മറ്റൊരു പോണിടെയിൽ സൃഷ്ടിക്കുക. ആദ്യത്തെ പോണിടെയിൽ ഉപയോഗിച്ച് ഒരു ചെറിയ ഓപ്പണിംഗ് ഉണ്ടാക്കി ഇലാസ്റ്റിക് ബാൻഡിന് മുകളിൽ ഒരു വിടവ് സൃഷ്ടിക്കുക. തുടർന്ന് പോണിടെയിൽ വശത്തേക്ക് നീക്കുക. നിങ്ങൾ സൃഷ്ടിച്ച വിടവിലൂടെ അത് കടത്തുക. രണ്ടാമത്തെ പോണിടെയിൽ ഉപയോഗിച്ചും ഇതേ പ്രക്രിയ ആവർത്തിക്കുക. ആദ്യത്തെ പോണിടെയിൽ എടുത്ത് ഉള്ളിലേക്ക് റോൾ ചെയ്തുകൊണ്ട് മധ്യഭാഗത്തേക്ക് കൊണ്ടുപോകുക. സാവധാനത്തിലും ദൃഢമായും ഉള്ളിലേക്ക് എന്ന ക്രമത്തിൽ തലയോടിലേക്ക് റോൾ ചെയ്യുക. തലയുടെ പിൻഭാഗത്ത് എത്തുന്നതുവരെ ഇപ്രകാരം ചെയ്യുക. തുടർന്ന് ബോബി പിന്നുകൾ ഉപയോഗിച്ച് റോൾ സുരക്ഷിതമാക്കിയതിനു ശേഷം സെറ്റിംഗ് ക്ലിപ്പ് നീക്കം ചെയ്യുക. റോൾ നന്നായി വൃത്തിയായും ഉറപ്പോടെയും ഒതുക്കത്തിലും ഇരിക്കുന്നുവെന്ന് ഉറപ്പാക്കുക. ഇതേ പ്രക്രിയ രണ്ടാമത്തെ പോണിടെയിലിൽ ആവർത്തിച്ച് രണ്ടാമതൊരു റോൾ കൂടി സൃഷ്ടിക്കുക. ഇത് ചുരുട്ടിക്കഴിഞ്ഞാൽ സുരക്ഷിതമാക്കാൻ ബോബി പിന്നുകൾ ഉപയോഗിക്കുക. റോളിലേക്ക് പിന്നുകൾ കുത്തനെ തിരുകുക. കൂടുതൽ ഉറപ്പിനായി പിന്നുകൾ പരസ്പരം കുറുകെ നിൽക്കുന്ന രീതിയിൽ വേണം തിരുകാൻ. രണ്ടാമത്തെ റോൾ ആദ്യത്തേതുമായി പൊരുത്തപ്പെടുന്ന വിധത്തിൽ യോജിപ്പിച്ച് അവ ചേർന്നു നിൽക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. നിങ്ങളുടെ വിരലോ ചീപ്പോ ഉപയോഗിച്ച് അയഞ്ഞ മുടികൾ ഒതുക്കുക. തൃപ്തികരമായ രൂപം കിട്ടുന്നതുവരെ റോളുകളുടെ ആകൃതി ശരിയാക്കുക. ആവശ്യമെങ്കിൽ അലങ്കാര ഹെയർ പിന്നുകൾ ഉപയോഗിച്ച് ഈ റോളുകൾ കൂടുതൽ മികച്ചതാക്കാം. ഹെയർ സ്പ്രേ ഉപയോഗിച്ചതിന് ശേഷം കൈകൾ ഉപയോഗിച്ച് റോളുകൾ മൃദുവായി മിനുസപ്പെടുത്തി ഭംഗിയാക്കുക. ഇത് റോളിന്റെ ഘടനയും രൂപവും നിലനിർത്തുവാൻ സഹായിക്കുന്നു. റോളുകൾ ദിവസം മുഴുവനും അഴിഞ്ഞുപോകാതെ ഉറച്ചു നിൽക്കാൻ ഹെയർ സ്പ്രേ സഹായിക്കും. ഓർമ്മിക്കുക, പരിശീലനം ഏത് പ്രവൃത്തിയെയും മികച്ചതാക്കുന്നു. അതിനാൽ ഡബിൾ റോൾ ശരിയാക്കാൻ കുറച്ചധികം ശ്രമിക്കേണ്ടി വന്നാലും നിങ്ങൾ നിരുത്സാഹപ്പെടരുത്. ക്ഷമയോടെ പ്രയത്നിച്ചാൽ
ആകർഷകമായ ഒരു ഹെയർ സ്റ്റൈൽ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് കഴിയും. ഇനി നമുക്ക് ഫ്രഞ്ച് റോളിന്റെ നടപടിക്രമം എന്തെന്ന് നോക്കാം. ഇനി പറയുന്ന ഘട്ടങ്ങളാണ് അതിനുള്ളത്. ഘട്ടം 1 മുടി ഒരുക്കുക. ഘട്ടം 2 ഒരു പോണിടെയിൽ സൃഷ്ടിക്കുക. ഘട്ടം 3 പോണിടെയിൽ റോൾ ചെയ്യുക. ഘട്ടം 4 റോളിന്റെ ആകൃതിയും സ്ഥാനവും ക്രമീകരിക്കുക. ഘട്ടം 5 ഹെയർ സ്പ്രേയും മറ്റ് ഘടകങ്ങളും ഉപയോഗിച്ച് സ്റ്റൈലിംഗ് പൂർത്തിയാക്കുക. ഇനി നമുക്ക് ഓരോ ഘട്ടവും വിശദമായി നോക്കാം. മുടിയിൽ കുരുക്കുകളോ കെട്ടുകളോ ഉണ്ടെങ്കിൽ അവ നീക്കം ചെയ്യുന്നതിനായി മൃദുവായി ബ്രഷ് ചെയ്തുകൊണ്ട് മുടി ഫ്രഞ്ച് റോൾ ചെയ്യാൻ തക്കവിധത്തിൽ മിനുസമുണ്ടെന്ന് ഉറപ്പാക്കുക. തലയുടെ പിൻഭാഗത്തേക്ക് മുടി ശേഖരിച്ചുകൊണ്ട് പിൻകഴുത്തിൽ ഒരു പോണിടെയിൽ സൃഷ്ടിക്കുക. ഒരു ഇലാസ്റ്റിക് ബാൻഡ് ഉപയോഗിച്ച് ഇത് ഉറപ്പിക്കുക. പോണിടെയിലിന്റെ വലതുവശത്ത് ഒരു ചെറിയ ഓപ്പണിംഗ് ഉണ്ടാക്കി ഇലാസ്റ്റിക് ബാൻഡിന് മുകളിൽ ഒരു അകലം സൃഷ്ടിക്കുക. തുടർന്ന് പോണിടെയിൽ വശത്തേക്ക് ഫ്ലിപ്പ് ചെയ്തിട്ട് നിങ്ങൾ സൃഷ്ടിച്ച വിടവിലൂടെ അതിനെ കടത്തിവിടുക. ഇനി പോണിടെയിൽ റോൾ ചെയ്യാൻ തുടങ്ങുക. ഉള്ളിലേക്ക് മടക്കിക്കൊണ്ട് മുടിയുടെ അഗ്രത്തിൽ നിന്നുമാണ് റോളിംഗ് തുടങ്ങേണ്ടത്. ക്ലാസിക് ഫ്രഞ്ച് റോളിന്റെ ആകൃതി നന്നായി കിട്ടാൻ റോളിംഗ് ഇറുക്കിയും വൃത്തിയായും ചെയ്യണം. നിങ്ങൾ മുടി റോൾ ചെയ്യുമ്പോൾ തലയിലേക്ക് ചേർത്ത് നന്നായി ഇറുക്കി ചെയ്യുക. തലയോടിനോട് നന്നായി ചേർന്നിരിക്കുന്ന മിനുസമുള്ളതും ഉറപ്പുള്ളതുമായ ഒരു ഫ്രഞ്ച് റോൾ സൃഷ്ടിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഈ പ്രക്രിയയിലുടനീളം മുടിയുടെ മുറുക്കം നിലനിർത്തുന്നതിൽ ശ്രദ്ധിക്കണം. മുടി ചുരുട്ടി തലയോടിന്റെ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ ബോബി പിന്നുകൾ ഉപയോഗിച്ച് ഫ്രഞ്ച് റോൾ സുരക്ഷിതമാക്കുക. റോൾ നിങ്ങളുടെ തലയിൽ ഉറപ്പിക്കുവാൻ പിന്നുകൾ കുത്തനെ തിരുകുക. ഫ്രഞ്ച് റോളിന്റെ ആകൃതിയും സ്ഥാനവും ആവശ്യാനുസരണം ക്രമീകരിക്കുക. വലിപ്പവും പൂർണ്ണമായ രൂപവും കിട്ടുന്നതിന് വശങ്ങളിൽ ചെറുതായി വലിക്കുക. ഇപ്രകാരം നിങ്ങൾക്ക് ഉദ്ദേശിച്ച വലിപ്പത്തിലും ഭംഗിയിലുമുള്ള ആകൃതി ഉണ്ടാക്കുവാൻ കഴിയും. ഫ്രഞ്ച് റോൾ ദിവസം മുഴുവൻ നിലനിൽക്കുമെന്ന് ഉറപ്പാക്കാൻ ഹെയർ സ്പ്രേ നേരിയ തോതിൽ പ്രയോഗിക്കുക. ഇത് സമയമേറെയായാലും ഹെയർ സ്റ്റൈൽ നന്നായി ഉറപ്പോടെയും സുരക്ഷിതമായും സൂക്ഷിക്കാൻ സഹായകമാണ്. അലങ്കാര പിന്നുകളോ പൂക്കളോ കൊണ്ട് കൂടുതൽ ഭംഗിയാക്കുക. ഈ അലങ്കാരങ്ങൾ ഫ്രഞ്ച് റോളിന്റെ ഭംഗി കൂട്ടുന്നു. ഇത്രയുമേ വേണ്ടൂ. ലളിതമായ ഈ ഘട്ടങ്ങൾ പിന്തുടരുന്നതിലൂടെ നിങ്ങൾക്കൊരു മനോഹരമായ ഫ്രഞ്ച് റോൾ ഹെയർ സ്റ്റൈൽ സൃഷ്ടിക്കാൻ കഴിയും. ഇതോടെ ഈ സെക്ഷൻ അവസാനിച്ചിരിക്കുന്നു. ഈ സെക്ഷനിൽ നിങ്ങൾ റോളുകൾ ഉപയോഗിച്ചുള്ള ഹെയർ സ്റ്റൈലിങ്ങിന് ആവശ്യമായ ഉപകരണങ്ങൾ, വസ്തുക്കൾ എന്നിവയെക്കുറിച്ചും റോൾഡ് പോണിടെയിലിന്റെ നടപടിക്രമവും കൂടാതെ ഫ്രഞ്ച് റോളിന്റെ നടപടിക്രമവും പഠിച്ചു. വീഡിയോ കണ്ടതിന് നന്ദി. വീണ്ടും അടുത്ത സെക്ഷനിൽ കാണാം.